ഇന്ന് നമുക്ക് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച് പഠിക്കാം. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം വന്നത് 2010 കേസീസ് ആക്ടിൻ്റെ സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2ECC കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ ഒബ്ജക്റ്റ് redressal of complaints relating to deficiency in banking or other service rendered by cooperative societies dealing with the banking business. അതായത് ബാങ്കിങ് ബിസിനസ് ഡീൽ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബാങ്കിങ് അല്ലെങ്കിൽ അതർ സർവീസിനെ കുറിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു സ്കീമാണ് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം. അദ്ദേഹത്തിൻ്റെ ടേം എന്ന് പറയുന്നത് 3 വർഷം. അദ്ദേഹം ഓഫീസിൽ ചാർജ് ചെയ്ത ദിവസം മുതൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ, ഇതിലേതാണോ ആദ്യം അതുവരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇരിക്കേണ്ട ക്വാളിഫിക്കേഷൻ, അതായത് 10 വർഷത്തെ ബാർ പ്രാക്ടീസും കോർപ്പറേഷൻ ഫീൽഡിലും ബാങ്കിങ്ങിലും അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അദ്ദേഹം അതിന് എക്സ്പേർട്ട് ആയിരിക്കണം. ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ സ്റ്റാഫുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് രജിസ്ട്രാർ ഓർ ഗവൺമെൻറ്. രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീമിലെ സ്റ്റാഫുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്യാം. സെക്രട്ടറി ഓഫ് ഓംബുഡ്സ്മാൻ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെൻറ് രജിസ്ട്രാറോ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൽ അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം ബാധകമായിട്ടുള്ളത് കേസീസ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാണ്. അല്ലാതെ നമ്മുടെ ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്കിന് ഇത് ബാധകമല്ല. ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമുണ്ട്. അവർ RBIയുടെ കീഴിലായതുകൊണ്ട് അവർക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി കേസ് ഫയൽഡ് ബൈ എ കസ്റ്റമർ ഹിംസെൽഫ് ഓർ ബൈ ഹിസ് ഓതറൈസ്ഡ് ഏജന്റ് വിത്തിൻ 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ക്ലെയിം അറൈസസ്. അങ്ങനെ ഒരു ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായുള്ള ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നമുക്ക് പരാതി കൊടുക്കാം. പക്ഷെ ആ വീഴ്ച വരുത്തിയ ഡേറ്റ് മുതൽ 5 വർഷത്തിനുള്ളിൽ സ്വയമോ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ഏജന്റ് വഴിയോ പരാതി കൊടുക്കാവുന്നതാണ്. ഇനി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന് എന്തെങ്കിലും ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അദ്ദേഹം അത് ഇറങ്ങിത്തിരിക്കുകയല്ല ചെയ്യുന്നത്. അതിനു മുമ്പ് അറേഞ്ച്മെന്റ് ഫോർ മ്യൂച്വൽ സെറ്റിൽമെന്റ് വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് കംപ്ലൈന്റ്. അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം സമയം കൊടുക്കും. എന്തിനാണ്? മ്യൂച്വൽ സെറ്റിൽമെന്റിന്, അതായത് ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് അവർ സംസാരിച്ച്, ബാങ്കും ആ കക്ഷിയുമായി സംസാരിച്ച് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മാസത്തെ സമയം കൊടുക്കും. 1 മാസത്തെ സമയം കൊടുത്തിട്ടും അവർ തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ആയിട്ടില്ലെങ്കിൽ, ഒത്തുതീർപ്പ് ആയിട്ടില്ലെങ്കിൽ ഓംബുഡ്സ്മാന് ഇടപെടാവുന്നതാണ്. ഓംബുഡ്സ്മാൻ അതിൻ്റെ തർക്കപരിഹാരത്തിനായിട്ട് കക്ഷികളെ വിളിച്ച് അവരുടെ വാദങ്ങളൊക്കെ കേട്ട് 15 ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കാവുന്നതാണ്. മാക്സിമം 30 days, 30 ദിവസത്തിൽ കൂടാൻ പാടില്ല. ഇനി ഇതിന് ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ പ്രവർത്തനവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കേണ്ടത് രജിസ്ട്രാറാണ്. അത് എല്ലാ വർഷവും മാർച്ച് 31 മുമ്പായിട്ട് സമർപ്പിക്കുകയും വേണം. അപ്പോൾ ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ.